Hi students, today we are going to discuss about the topic properties of colloids. In the last class we discussed about the purification of colloids. There are three different methods for the purification of colloids: dialysis, electrodialysis and ultrafiltration. Here we are going to discuss about the properties of the colloids. The first one is colligative property. In colloids, the number of particles are very small compared to that of the true solution. In the case of colloids, colloidal particles are very larger than the particles in the true solution. So, the number of particles in the colloidal system are very small. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, കൊളോയിഡൽ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ കുറയും അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ ഡിക്രീസ് ചെയ്യും. പക്ഷേ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ലാർജർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിലെ സൈസ് വളരെ കൂടുതലായതുകൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വളരെ കുറവായിരിക്കും. സോ ദ വാല്യൂസ് ഓഫ് colligative properties such as relative lowering of vapor pressure, elevation of boiling point, depression of freezing point and osmotic pressure are small compared to that of the true solution. അപ്പോൾ ഈ colligative properties, osmotic pressure, elevation of boiling point, lowering of the vapor pressure, ഈ colligative properties ഒക്കെ എങ്ങനെയായിരിക്കും? സ്മോൾ വാല്യൂസ് ആയിരിക്കും കാണിക്കുക. അതിനുള്ള റീസൺ എന്താണ്? number of particles in the colloidal system are very small, so the colligative properties, the value of the colligative properties are very small. Next is optical property. The second property of the colloidal particles are optical properties, that is Tyndall effect. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പിക്ചർ നോക്കാം. ആ ലെഫ്റ്റ് സൈഡിലെ പിക്ചറിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിൽ കൊളോയിഡൽ സൊല്യൂഷനാണുള്ളത്. അതിലേക്ക് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ലൈറ്റ് പാസ് ചെയ്തിട്ട് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ആ ലൈറ്റ് നോക്കുകയാണ്. അതായത് കൊളോയിഡൽ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്കാറ്ററിങ് ഓഫ് ലൈറ്റും ആ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ പാത്തും മൈക്രോസ്കോപ്പിലൂടെ വിസിബിൾ ആയിരിക്കും. ആ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് and as a result of which the path of the light beam becomes visible. അപ്പോൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റും ആ ലൈറ്റിൻ്റെ പാത്തും നമുക്ക് വിസിബിൾ ആകുന്ന ആ ഫിനോമിനനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പിക്ചർ നോക്കി നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ പാത്ത് കാണാനായിട്ടും സാധിക്കും. ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതിനുള്ള റീസൺ എന്താ? കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലാർജർ സൈസിലായതുകൊണ്ടാണ് അവ സ്കാറ്റർ ചെയ്യുന്നത് നമുക്ക് വിസിബിൾ ആകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ പാത്ത് വിസിബിൾ ആകുന്നതും എന്തുകൊണ്ടാണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലാർജർ സൈസ് ആയതുകൊണ്ടാണ്. പക്ഷേ ട്രൂ സൊല്യൂഷൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അത് വിസിബിൾ ആകില്ല. കാരണം എന്താ? ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് സ്മോളർ സൈസ് ആയതുകൊണ്ട് അതിൻ്റെ പാത്തും അല്ലെങ്കിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വിസിബിൾ ആകില്ല. ഇനി ഈ ടിൻഡൽ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻ? ദ ഫസ്റ്റ് വൺ, രണ്ട് കണ്ടീഷൻ ഇതാണ്. രണ്ട് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഈസ് മച്ച് ലാർജർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. അപ്പം നമ്മൾ ഡിസ്പോസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഈസ് മച്ച് ലാർജർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് യൂസ്ഡ്. അപ്പം നമ്മൾ ഒരു ഡിസ്പേർഷൻ മീഡിയം അല്ലെങ്കിൽ ഒരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും മച്ച് ലാർജർ ആയിരിക്കണം ഏത്? ഡയാമീറ്റർ. ഡിസ്പേഴ്സ്ഡ്
പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ദ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡീസസ് എന്ന് വെച്ചാൽ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്തിനൊരു ബെൻഡ് സംഭവിക്കും. ആ ബെൻഡിനെയാണ്, അവ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസാണ് വരുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡീസസ് എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കണം? ഗ്രേറ്റർ ഇൻ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഡിഫറൻസ് എങ്ങനെയായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ അതാണ് ടിൻഡൽ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ ടിൻഡൽ ഇഫക്റ്റ് നമ്മൾ പറഞ്ഞു, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയും ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഡിഫറൻസ് ആണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ? കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് ലാർജർ ആയതുകൊണ്ട് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതും അതിൻ്റെ പാത്തും നമുക്ക് വിസിബിൾ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രൂ സൊല്യൂഷൻ we cannot see the scattering of the light and the path of the light beam. But true solution particles small in size ആയതുകൊണ്ട് നമുക്കത് സ്കാറ്റർ ചെയ്യുന്നതോ അതിൻ്റെ പാത്തോ ഒരിക്കലും വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, next is mechanical properties. The first one is Brownian movement. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്? ദ സിക്സാഗ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒരു സിക്സാഗ് മാനറിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ആ റാൻഡം ആൻഡ് കണ്ടിന്യൂയിങ് മോഷൻ ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണെന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ സിക്സാഗ് മോഷൻ ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് or the continuous random motion of the colloidal particles in a dispersion medium is known as Brownian movement. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ സിക്സാഗ് മോഷൻ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് റാൻഡം മോഷൻ കാണിക്കുന്നതിനുള്ള റീസൺ എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി unbalanced collision of the particles by the moving molecules of the dispersion medium. അപ്പോൾ ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള കൊളീഷൻ പോസിബിൾ ആവുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സിക്സാഗ് മാനറിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. Smaller the size of the colloidal particles and lesser the viscosity of the solution, faster is the Brownian movement. നമുക്കറിയാം ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സിക്സാഗ് മാനറിലാണ്. അതുകൊണ്ട് തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ സ്മോളർ ദ സൈസ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ സൈസ് സ്മോളർ ആണെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലെസ്സർ ആയിരിക്കും. എന്താണ് വിസ്കോസിറ്റി എന്ന് വെച്ചാൽ? റെസിസ്റ്റ് ടു ഫ്ലോ ചെയ്യുന്നതിന് റെസിസ്റ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് സ്മോളർ ആകുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി ലെസ്സറായിട്ട് മാറും. അപ്പോൾ എന്തുണ്ടാവുന്നു? അതിൻ്റെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്ററായിട്ട് മാറും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊന്നും ചോദിക്കാറില്ല. ഫസ്റ്റ് ഇവിടെ വരുന്ന ക്വസ്റ്റ്യനാണ് ടിൻഡൽ ഇഫക്റ്റ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ആ രണ്ട് കണ്ടീഷൻ ടിൻഡൽ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നതിനുള്ള രണ്ട് കണ്ടീഷൻസ് എന്താണെന്നും പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ഈസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അതിനൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്തൊക്കെ കാണാം നമുക്ക്? ഒരു യു ഷേപ്ഡ് ട്യൂബ് കാണാൻ പറ്റും. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ഒരു ഡിസ്പേർഷൻ മീഡിയം, വാട്ടറാണ് അവിടുത്തെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. അതിൽ കൊളോയിഡൽ സൊല്യൂഷൻസ് ഉണ്ട്.
ഓക്കെ. ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ദേ ക്യാരി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു സൊല്യൂഷനിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസ് സെയിം ചാർജായിരിക്കും ക്യാരി ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിലെല്ലാ പാർട്ടിക്കിൾസും എങ്ങനെയായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ സോൾസ് ആയിരിക്കും. അല്ല ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആ സൊല്യൂഷനിലെല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ഉണ്ട്. അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസിനുള്ള എക്സാമ്പിൾസ് ആണ് മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ഓർ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്. മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? OH ഗ്രൂപ്പ്സ് വരുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആണ് ഒരു എക്സാമ്പിൾ. ഓർ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്. ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നോക്കിയേ H2Oയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് അല്ലേ? അതാണ് ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ Al2O3 എന്ന് പറയുന്നൊരു ഓക്സൈഡാണ്. ഇതാണ് ഏതിനുള്ള എക്സാമ്പിൾ? പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസിന് ഒരു എക്സാമ്പിൾ. മറ്റൊന്നാണ് മെത്തിലീൻ ബ്ലൂ. ഇറ്റ് ഈസ് എ ബേസിക് ഡൈ. മെത്തിലീൻ ബ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈസാണ് മെത്തിലീൻ ബ്ലൂ. ഹിമോഗ്ലോബിൻ, ടൈറ്റാനിയം ഓക്സൈഡ്, സോൾ, ഇതൊക്കെ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസിന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അതിന് 2 എക്സാമ്പിൾ പഠിക്കണം. ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡിന് എക്സാമ്പിൾ പഠിക്കണം. പിന്നെ മെത്തിലീൻ ബ്ലൂ, ഹിമോഗ്ലോബിൻ, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ. നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസിൽ വരുന്നതാണ് മെറ്റൽ സോൾസ്. എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ സോളൊക്കെ. മെറ്റൽ സോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ സോളിലുള്ള എക്സാമ്പിളാണ് ഗോൾഡും സിൽവർ. മെറ്റാലിക് സൾഫൈഡ്സ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് വരുന്നതാണ്? മെറ്റാലിക് സൾഫൈഡ്സിൽ AS2S3 കണ്ട സൾഫർ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സൾഫൈഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം മെറ്റാലിക് സൾഫൈഡ്സ്, അതുപോലെ ഇയോസിൻ, കോങ്കോ റെഡ് സോൾസ്, ഇതൊക്കെ ആസിഡ് ഡൈയുടെ പേരുകളാണ് കേട്ടോ. ഇയോസിൻ, കോങ്കോ റെഡ് സോൾ എന്നൊക്കെ പറയുന്നത് ആസിഡ് ഡൈസിൻ്റെ പേരുകളാണ്. അതുപോലെ സ്റ്റാർച്ച്, ജെലാറ്റിൻ, ക്ലേ, ഇതിൻ്റെയൊക്കെ സോൾട്സും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന് എക്സാമ്പിളാണ്. ചിലപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് ക്ലാസിഫൈ പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഒരു 4 എക്സാമ്പിളാണ് ഇതിൽ തന്നിട്ടുള്ളൂ. ഓരോന്നിനും 4 എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ആ 4 എക്സാമ്പിളും പഠിക്കുക. നെക്സ്റ്റ് ഈ നമ്മൾ പറഞ്ഞു കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒന്നുകിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇതിന് ഒരു റീസൺ ഉണ്ട്. അതായത് 2 റീസണാണ് പറയുന്നത്. ഈ ഫോളോയിങ് റീസണിൽ 2 റീസണിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും അത് ഒന്നുകിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് മാറുന്നത്. The first one is electron capture by solid particles from air or during electrodispersion of metals in Brodick's arc method. നമ്മൾ ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് പഠിച്ചു. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിൽ ഒരു മെത്തേഡായിരുന്നു ബ്രഡിക്സ് ആർക്ക് മെത്തേഡ്. അപ്പോൾ ഈ ബ്രഡിക്സ് ആർക്ക് മെത്തേഡിൽ എന്താ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ സോൾഡ് പാർട്ടിക്കിൾസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എയറിൽ നിന്ന് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഇലക്ട്രോ ഡിസ്പേർഷൻ ഓഫ് മെറ്റൽസ് ബ്രഡിക്സ് ആർക്ക് മെത്തേഡിൽ ഇലക്ട്രോ ഡിസ്പേർഷൻ ഓഫ് മെറ്റൽസ് ആണ് പോസിബിൾ ആകുന്നത്. മറ്റൊരു മെത്തേഡാണ് ഇലക്ട്രോൺ ക്യാപ്ചർ ബൈ സോൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എയറിൽ നിന്ന് ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രഡിക്സ് ആർക്ക് മെത്തേഡ് വഴി കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴോ എന്ത് സംഭവിക്കും? ഏത് മെറ്റൽസിനെയാണോ ഏത് അയോൺസിനെയാണോ അത് ക്യാപ്ചർ ചെയ്യുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ ആണെങ്കിൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് സോളായിട്ടും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ ആണെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് സോളായിട്ടും കൺവേർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്?
ഒന്നുകിൽ ബ്രെഡിക്സ്-സാർക്ക് മെത്തേഡ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയോ അല്ലെങ്കിൽ എയറിൽ നിന്ന് ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുമ്പോഴോ സംഭവിക്കാവുന്നതാണ് ഏത് ചാർജ്ഡ് സോളാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കണ്ടീഷൻ. സെക്കൻഡ് വൺ, പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ. അപ്പോൾ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഉണ്ട്. അതിൽ നിന്ന് ഏതാണോ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്, അതായിരിക്കും ആ സോളിൻ്റെ, ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. വെൻ 2 or more ions are present in the dispersion medium, preferential absorption of the ion common to the salt particles. അപ്പോൾ പ്രിഫറൻഷ്യലി ഏത് പാർട്ടിക്കിളെയാണോ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, അതായിരിക്കും അതിൻ്റെ ചാർജ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് റീസൺ കൊണ്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫോളോ ചെയ്യുന്നത്. ഒന്നുകിൽ ഇലക്ട്രോൺ ക്യാപ്ചർ ഫ്രം ദ എയർ. ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ? ഇലക്ട്രോൺ ക്യാപ്ചർ ഫ്രം ദ എയർ. ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജഡ് സോളാകാം, അല്ലെങ്കിൽ ബ്രെഡിക്സ്-സാർക്ക് മെത്തേഡ് വഴിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ. അബ്സോർപ്ഷൻ അല്ല, ഇത് അബ്സോർപ്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ ആണ് കേട്ടോ. അഡ്സോർപ്ഷൻ AD ആണ് വരുന്നത്. ഫ്രം ദ സൊല്യൂഷൻ. അപ്പോൾ 2 or more ions are present in the solution. Preferential absorption of the ion common to the salt particles takes place. പ്രിഫറൻഷ്യലി ഏതാണ് അബ്സോർബ് ചെയ്യുന്നത്, അതായിരിക്കും ആ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ ഫോം ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. വെൻ aqueous potassium iodide is added to aqueous AgNO3 solution. അപ്പോൾ ഇവിടെ aqueous ആയിട്ടുള്ള AgNO3 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, സിൽവർ നൈട്രേറ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ AgNO3 എന്ന് പറയുന്ന aqueous സൊല്യൂഷനിലേക്കാണ് പൊട്ടാസ്യം അയഡൈഡ് എന്ന് പറയുന്ന aqueous സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? AgI എന്ന് പറയുന്ന സിൽവർ അയോഡൈഡാണ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്. അതായത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് ഏതാണ്? സിൽവർ അയോഡൈഡാണ്. അപ്പോൾ AgNO3 എന്ന് പറയുന്ന സൊല്യൂഷനിലേക്കാണ് പൊട്ടാസ്യം അയോഡൈഡ് നമ്മൾ ആഡ് ചെയ്തത്. പ്രസിപ്പിറ്റേറ്റ് ചെയ്തത് ഏതാണ്? AgI, സിൽവർ അയോഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് ഈ aqueous സൊല്യൂഷനിൽ നിന്ന് എന്തിനെയാണ് അബ്സോർബ് ചെയ്തത്? Ag+ എന്ന് പറയുന്ന അയോണിനെ അബ്സോർബ് ചെയ്തു. നമുക്കറിയാം AgNO3 എന്ന് പറയുമ്പോൾ Ag+ഉം NO3- ആണ് അല്ലേ? NO3- ആണ്. അപ്പോൾ Ag+ എന്ന് പറയുന്ന അയോണിനെയാണ് പൊട്ടാസ്യം അയോഡൈഡ് അബ്സോർബ് ചെയ്ത് AgI ആയിട്ട് മാറിയത്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെയാണ് സൊല്യൂഷൻ മീഡിയത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ. ഒന്നുകൂടെ ഒന്ന് പറയാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ AgNO3 എന്ന് പറയുന്ന aqueous സൊല്യൂഷനിലേക്കാണ് പൊട്ടാസ്യം അയോഡൈഡ്, aqueous ആയിട്ടുള്ള അയോഡൈഡ് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുന്നത്. ഈ പൊട്ടാസ്യം അയോഡൈഡും AgNO3 കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഫോം ചെയ്തത്? AgI എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് അബ്സോർബ് ചെയ്തത് Ag+ എന്ന് പറയുന്ന അയോണിനെയാണ് സൊല്യൂഷനിൽ നിന്ന് അബ്സോർബ് ചെയ്തത്. അപ്പോൾ Ag+ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് ആ ഉണ്ടാകുന്ന AgI എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കും. ഇനി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കും എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കേസ് കേട്ടോ. ഇനി സെക്കൻഡ് കേസിൽ പറയുകയാണെങ്കിൽ എങ്ങനെ വരും? സെക്കൻഡ് കേസിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ AgNO3 സൊല്യൂഷനെയാണ് നേരത്തെ റിവേഴ്സ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനിലേക്ക്
AgNO3 എന്ന് പറയുന്ന അക്വസ് സൊല്യൂഷൻ, 2 അക്വസ് ആണ് ആഡ് ചെയ്തു. അപ്പോൾ ഉണ്ടാവുന്ന പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? AgI എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിൽ നിന്ന് AgNO3 അബ്സോർബ് ചെയ്തത് എന്താണ്? I- എന്ന് പറയുന്ന അയോണിനെയാണ്. അപ്പോൾ I- എന്ന് പറയുന്ന അയോൺ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. സോ ദ സോൾ ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ. അതുകൊണ്ട് അതെന്തായിട്ട് മാറി? നെഗറ്റീവ്ലി ചാർജ്ഡ് സോളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. അതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് സോളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? AgI. 2 കേസിലും നമുക്കുണ്ടാകുന്ന പ്രൊഡക്റ്റ് AgI തന്നെയാണ്. I- ഇതാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് സോളാകുമ്പോൾ എന്തായിട്ട് മാറും? AgI തന്നെയാണ് /Ag+. കാരണം ഇത് അബ്സോർബ് ചെയ്തത് Ag+ എന്ന് പറയുന്ന അയോണിനെയാണ്. അപ്പോൾ അത് പഠിക്കണം. AgI/I- എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് സോളും, AgI/Ag+ ആണെങ്കിൽ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് സോളായിരിക്കും. ഓക്കെ, താങ്ക് യു.